ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഇന്നലെ ചെയ്തതിന്റെ ബാക്കിയായിട്ടൊരു കാര്യം ഇവിടെ ചെയ്യുകയാണ്. ഇവിടെ സ്കെൽട്ടൺ എന്ന് പറഞ്ഞ കമ്പോണന്റ് ഉണ്ട് കണ്ടോ. ഈ സ്കെൽട്ടൺ എന്ന് പറഞ്ഞ കമ്പോണന്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിലൊക്കെ കയറുന്ന സമയത്ത് ലോഡ് ആവുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സെഷനാണ് വരിക. അതായത് നമ്മുടെ കാർഡ് വരാനുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി. നമുക്കിപ്പോൾ പഴയ പോലത്തെ മറ്റേ ആ ലോഡിങ്ങിന് നമ്മൾ ഇന്നലെ ചെയ്ത പോലത്തെ അനിമേഷൻ ഒന്നും ഇപ്പം അങ്ങനെ സൈറ്റുകളൊന്നും കാണാറില്ല. ഓക്കെ, അതിന് പകരം ഇങ്ങനെ ഇപ്പം നമ്മൾ കണ്ട പോലത്തെ ഇതുപോലത്തെ ഇങ്ങനെ ഒരു സാധനമാണ് നമ്മൾ കാണുക. നമ്മൾ സ്കെൽട്ടൺ എന്നാണ് പേര് പറയുക, സ്കെൽട്ടൺ. ഓക്കെ, അതായത് നമ്മൾ അതിന്റെ ഫസ്റ്റ് ലോഡ് ആവുന്ന സമയത്ത് സ്കെൽട്ടൺ കാണിക്കും, എന്നിട്ട് പിന്നെ അവിടെ ഡേറ്റ കാണിക്കും. ആ ഡേറ്റ കാണിക്കുന്നതിന് മുമ്പായിട്ട് അവിടെ ഡേറ്റ ഇല്ല. അപ്പോൾ ആ സമയത്ത് ഒരു യൂസറിന് ഓക്കെ ഇവിടെ സാധനം വരാനുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്കെൽട്ടൺ കാണിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ സ്കെൽട്ടൺ അതിന് പകരം ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ. അതായത് നമ്മളിവിടെ വരുന്നു, നമ്മുടെ റിയാക്ട് നമ്മുടെ ലാസ്റ്റ് ചെയ്ത ലൈബ്രറീസ് പറഞ്ഞ പ്രൊജക്ട് ഓപ്പൺ ചെയ്യുന്നു. npm ലൈബ്രറീസ് അല്ല, സോറി, നമ്മുടെ APIs ആണ് അല്ലേ, API കോൾ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്ത് ഇങ്ങനത്തെ ലോഡിംഗ് ആയിരുന്നു ഇല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് സ്കെൽട്ടൺ കമ്പോണന്റ് ഇവിടെ ആഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് അതിന് ആഡ് ചെയ്ത് കമ്പോണന്റ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ചെയ്യാൻ പോകുന്ന പരിപാടി നമ്മൾ ആദ്യമേ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് നമ്മൾ ആഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. npm i add. ഓക്കെ, npm ഇവിടെ ആൻഡ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പൾസ് ലോഡർ വേണ്ട ഇല്ലേ, അതിന് പകരം നമുക്ക് ഇവിടെ ആൻഡിന്റെ ആ ഒരു ലോഡിംഗ് ആണ് കാണിക്കുന്നത്. അതും നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇവിടെ കണ്ടോ ഓരോരോ കാർഡാണ് വരിക ഇല്ലേ. അപ്പം നമ്മൾ ഈ കാർഡിനകത്ത് ഇങ്ങനെ ലോഡിംഗ് വരുന്ന രീതിയിലാണ് ഇത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്ന നോക്കിയോ. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു കാർഡ് കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള. ഓക്കെ, അതിനുവേണ്ടി ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. ഞാൻ വന്നിട്ട് കമ്പോണൻസ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് നമ്മുടെ കാർഡ് സ്കെൽട്ടൺ എന്ന് പറയുന്ന കമ്പോണന്റ്, അതിനൊരു ഇൻഡെക്സ് ഡോട്ട് ജെ എസ് അതുപോലെ കാർഡ് സ്കെൽട്ടൺ ഡോട്ട് CSS ഇമ്പോർട്ട് ഡോട്ട് സ്ലാഷ് കാർഡ് സ്കെൽട്ടൺ. ഇതാണ് നമ്മുടെ കമ്പോണന്റ്. ഈ കമ്പോണന്റ് നമ്മുടെ കാർഡ് പോലെ ഇരിക്കാം അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇവിടെ നമ്മുടെ കാർഡിന്റെ CSS അതുപോലെ കോപ്പി ചെയ്യും. CSS അല്ല, അതിന്റെ ആവശ്യം ആ സൈസ് കിട്ടാൻ വേണ്ടിയാണ്. അതിന് നമ്മൾ അതിനകത്ത് ക്ലിക്ക് വേണ്ട, അതുപോലെ അതിനുള്ള ടാഗ് വേണ്ട, അതിന് സൈസ് മാത്രം. നമ്മൾ വേണ്ട എക്സ്പോർട്ട് ഡീഫോൾട്ട് കാർഡ് സ്കെൽട്ടൺ. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ നമ്മുടെ സ്കെൽട്ടൺ കമ്പോണന്റ് നമ്മൾ ആഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു കമ്പോണന്റ് നോക്കാം, അതിന്റെ കോഡ് നോക്കാം. ജാവാസ്ക്രിപ്റ്റ് സ്കെൽട്ടൺ. ഓക്കെ, അതിന്റെ പ്രോപ്പ് കൊടുക്കണം ആക്റ്റീവ്. ആക്റ്റീവ് എന്ന് പറഞ്ഞ പ്രോപ്പിന്റെ വാല്യൂ ട്രൂ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആക്റ്റീവ് ഇക്വൽ ടു കൊടുക്കാം, അല്ലെങ്കിൽ വെറുതെ ആക്റ്റീവ് കൊടുത്താലും മതി. ഇതാണ് നമ്മുടെ കമ്പോണന്റ്. ഈ കമ്പോണന്റ് നമുക്കൊന്ന് നമ്മുടെ ഹോം പേജിലേക്ക് യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ പൾസ് ലോഡറിന് വരെ നമുക്ക് അത് യൂസ് ചെയ്യാം. ഇമ്പോർട്ട് കാർഡ് സ്കെൽട്ടൺ. ഇവിടെ വന്നിട്ട് ലോഡിംഗ് ആണെങ്കിൽ കാർഡ് സ്കെൽട്ടൺ കാണിക്കുന്നു. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഒന്നും. അതെ, നമ്മുടെ പേജിലുള്ള നമുക്ക് അവിടെ കാണുന്നത് ആ ഒരു കാർഡാണ്. നമുക്ക് ആ കാർഡ് വരേണ്ടത് നമ്മുടെ ഈ ഒരു കാർഡിന്റെ അതേ സൈസിലൊക്കെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ 3 സ്കെൽട്ടൺ ഇടാം. പ്ലേയേഴ്സിന്റെ ആ ഒരു കാർഡിന്റെ നല്ല കാർഡിന് അത്രയും സൈസ് ആയിട്ടില്ല. അതിന്റെ കാര്യം വെച്ചാൽ നമ്മൾ ആ കാർഡിന്റെ ഹൈറ്റ് കൊടുത്തിട്ടില്ല. കാർഡ് അല്ലേ, ഹൈറ്റ് ഒരു 700 പിക്സൽ ആക്കാം. ഓക്കെ, അത്ര വേണ്ട, 500. നമ്മൾ പിക്സൽ ഹൈറ്റ് കൊടുക്കുകയാണ് 450, 470 കൊടുക്കാം. ഓക്കെ, ഇതാണ് കാർഡ്. അപ്പം ഇതേ ഹൈറ്റ് ആയിരിക്കും ഇനി അതിന് വരിക. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനകത്ത് നമ്മുടെ ഈ സ്കെൽട്ടൺ വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഈ കാര്യം ചെയ്യാം. ഇവിടെ ഒരു BR ടാഗ്, അപ്പോൾ അത് നമ്മളൊരു സ്റ്റൈലാണ് സ്പേസ് ഒക്കെ വരാൻ വേണ്ടി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കാർഡ് ഏകദേശം പെർഫെക്റ്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ യൂസർ ഫസ്റ്റ് പേജിൽ ഓടാം. ഇവിടെ ഒറ്റ കാർഡ് കാണാൻ പോരാ, അതിന് പകരം ഇപ്പോൾ ഇതാണ് സ്ക്രീൻ. 1 2 3 4 5 6 7 8 കാർഡിലും കാണാം. താഴോട്ടുള്ള വേണ്ട, ഫസ്റ്റ് ഓടാൻ സമയത്ത് ഇങ്ങനെ 8 കാർഡ് കാണിക്കണം. അപ്പം നമ്മുടെ പേജിൽ അവിടെ ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് അവിടെ ഡീറ്റെയിൽസ് വന്ന പോലെ തോന്നും. നമുക്കൊരു 8 കാർഡ് കാണാം കാണിക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ കാർഡ് കാണിക്കാം. അപ്പോൾ കാർഡ് കാണിക്കുന്ന 8 കാർഡ് കാണിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് ഇവിടെ വേറെ ക്രിയേറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8. ഓക്കെ, അതായത് 8 എലമെന്റ്സ് വേറെ ഡോട്ട് മാപ്പ് ഐറ്റം എടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടുന്ന് ഈ കാർഡ് സ്കെൽട്ടനെ റിട്ടേൺ ചെയ്യുന്നു. അതായത് ഈ ആൾക്കത് എത്ര എലമെന്റ് ഉണ്ടോ അത്രയും വട്ടം കാർഡ് സ്കെൽട്ടൻ ഇവിടുന്ന് റിട്ടേൺ ആവും. അതായത് ശരിക്കും 8 വട്ടം കാർഡ് സ്കെൽട്ടൻ വരും. നോക്കിയേ, നമ്മുടെ പേജിൽ ഓടാൻ സമയത്ത് ഇങ്ങനെ ഇരിക്കും കണ്ടോ. നമ്മുടെ യൂട്യൂബ് ഒക്കെ ഓടാൻ സമയത്ത് വരുന്ന പോലെ കണ്ടോ. അപ്പോൾ ആ ഒരു ലോഡിംഗ് ടൈം എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ നിൽക്കും. ഇതിപ്പോൾ ഭയങ്കര സ്പീഡ് ആയതുകൊണ്ടാണ് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് നെറ്റൊക്കെ സ്ലോ ആവുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ കുറച്ചും കണ്ടല്ലോ ഇവിടെ ചെയ്തെന്താ, നമ്മളിവിടെ 8 വട്ടം വരാൻ വേണ്ടി 8 എലമെന്റ്സ് എഴുതി മാപ്പ് ചെയ്ത് റിട്ടേൺ ചെയ്യുന്നത് കാർഡ് സ്കെൽട്ടൻ. അപ്പോൾ ഇത് 8 വട്ടം വരും. ആ കാർഡ് സ്കെൽട്ടൻ വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ അവിടുന്ന് സ്കെൽട്ടൻ എടുത്തു, അതേ ഷേപ്പിൽ ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് അതിനെ അവിടെ കൊണ്ടുവന്നു കണ്ടോ.
ചെയ്ത് മനസ്സിലായോ നിങ്ങൾക്ക്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ചെയ്തത്. ഡൗട്ട് ഉണ്ടോ? ബാക്കിയുള്ളവരോ? പ്രശ്നം ഓക്കെ. ബാക്കിയുള്ളവരോ? ഓക്കെ ആണോ? ഒന്നിലും ഓക്കെ. ബാക്കി ഓക്കെ. ഓക്കെ, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞവരൊക്കെ കഴിഞ്ഞു എന്ന് പറയണേ. ജസ്റ്റ് ചാറ്റ് ഇട്ടാൽ മതി. എടാ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ബലൂണൊക്കെ അതുപോലെ ഈ API പേര് കൊടുത്തു കഴിഞ്ഞാൽ അനുസരിച്ച് റെസിപ്പീസ് കിട്ടും. ഓക്കെ, അപ്പൊ ഏകദേശം ഇതുപോലെയാണ് സംഭവം. കേട്ടോ, ഇപ്പൊ നമുക്ക് ഇവിടെ 3 APIs ഉണ്ട്. ഒന്നാമത്തെ API ആണ് കാറ്റഗറി API. ഓക്കെ, ഈ API കോൾ ചെയ്താൽ നമുക്ക് കാറ്റഗറീസ് കിട്ടും. അതായത് ബീഫ് വേണോ, ചിക്കൻ വേണോ, ഡെസേർട്ട് വേണോ, ലാമ്പ് വേണോ, കണ്ടോ, പാസ്ത, പോട്ട്, ഇങ്ങനത്തെ കാറ്റഗറീസ് കിട്ടും. ഇതാണ് ഒന്നാമത്തെ API. ഓക്കെ, രണ്ടാമത്തെ API എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ API മനസ്സിലാവും. ഇത് സെർച്ച് ചെയ്യണേ. അതായത് API കഴിഞ്ഞിട്ട് C കഴിഞ്ഞിട്ട് ഈക്വൽ ടു ബീഫ് എന്ന് നോക്കും. ഓക്കെ, അപ്പൊ ബീഫിന്റെ ഐറ്റംസ് എല്ലാം വരും. നമുക്ക് കാറ്റഗറി ഒരുപാട്. ഇപ്പം ബീഫ് എന്ന് പറഞ്ഞാൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വന്നിട്ട് ഈ ബീഫിന് വരെ C ചിക്കൻ എന്നാണ് കൊടുക്കുന്നത്. നമുക്ക് ചിക്കൻ കാറ്റഗറിയുടെ എല്ലാ ഡീൽസും കിട്ടും. അതുപോലെ തന്നെ അടുത്ത കാറ്റഗറി ഡെസേർട്ട്. ഡെസേർട്ടിലാണ് നമ്മൾ നേരത്തെ ഐഡി കൊടുക്കുന്നത് ഇവിടെ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ഇവിടെ C എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് CR ഉണ്ട്. ഡെസേർട്ട് വരും. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ API. ഓക്കെ, ഈ മൂന്നാമത്തെ API എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇത് 3 വ്യത്യാസം ഉണ്ട് കേട്ടോ. എല്ലാത്തിനും വ്യത്യാസമുണ്ട്. ഇവിടെ ഈക്വൽ മാത്രമല്ല ഫുൾ വ്യത്യാസമുണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. നമുക്ക് ഇവിടെ ഡെസേർട്ടിന് കൊടുത്താൽ നമുക്ക് ചിക്കൻ കൊടുക്കാം. ചിക്കൻ കൊടുക്കുമ്പോൾ ചിക്കൻ്റെ മീൽസ് എല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മീലിന്റെ റെസിപ്പി ആണെന്ന് വെച്ചാൽ എന്താ ബ്രൗൺ സ്റ്റ്യൂ ചിക്കൻ. ഓക്കെ, ഈ ബ്രൗൺ സ്റ്റ്യൂ ചിക്കൻ റെസിപ്പി ആണെന്ന് പറഞ്ഞാൽ അതിനൊരു ID ഉണ്ട്. അതിന്റെ ID അതുപോലെ കോപ്പി ചെയ്യാം. എന്നിട്ട് ഞാൻ മൂന്നാമത്തെ തന്നിരിക്കുന്ന API ഉണ്ടല്ലോ, അത് I ഈക്വൽ ടു അതിന്റെ ID ബേസ് ചെയ്താൽ നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. സെക്കൻഡ് പേര് ഈ API വിളിക്കുന്ന സമയത്ത് ഏത് ഐറ്റത്തിലാണ് ക്ലിക്ക് ചെയ്ത് അതിന്റെ പേരാണ് ഇവിടെ വരാം. അപ്പോൾ ഞാൻ ബീഫ് കാണുമ്പോൾ ഈ 3 APIs വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞ ക്ലിയർ. എന്തുവാ